الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم ഏറെ ബഹുമാനാദരവുള്ള സത്യവിശ്വാസികളെ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാനും മരണപ്പെടുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മെക്കുറിച്ച് ആലോചിക്കുന്നത് വളരെ ചുരുക്കമായി മറ്റു പലരെക്കുറിച്ചും മറ്റു പലതിനെക്കുറിച്ചും നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. സത്യത്തിൽ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ മൻ അന, ഞാൻ ആരാണ് എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. വിശ്വാസി എന്ന നിലയിൽ ഞാൻ ആരാണ്, അല്ലെങ്കിൽ മനുഷ്യരായ നമ്മൾ ആരാണെന്ന്. ഇതിന് പൊതുവെ രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഒന്ന് മതപരമായ ഉത്തരം, മറ്റൊന്ന് ഭൗതികവാദികളായ ആളുകളുണ്ട്. ഭൗതികവാദികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾ മനുഷ്യനെ നിർവചിച്ചിട്ടുണ്ട്. അവർ നിർവചിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ വിശിഷ്യാഭൂമിയിൽ ഒട്ടനവധി ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ജീവിയാണ്, അഥവാ ഏറ്റവും കൂടുതൽ മസ്തിഷ്കത്തിന്റെ വികാസം സിദ്ധിച്ചിരിക്കുന്ന ഒരു ജീവി. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് എന്നാണ്. ഒരു ഹോമോസാപ്പിയൻസ് ജീവിയാണ് മനുഷ്യൻ എന്നാണ് ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇതിങ്ങനെ പറയാനുള്ള കാരണം ഡാർവിന്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മനുഷ്യനുണ്ടായത് ആൾക്കുരങ്ങിൽ നിന്നാണ്. പരിണമിച്ച് അങ്ങനെയാണ് മനുഷ്യനുണ്ടായത് എന്ന ശാസ്ത്രത്തിന്റെ പിൻബലമില്ലാത്ത, ഏതെങ്കിലും ശാസ്ത്രജ്ഞർ ബുദ്ധിപരമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത വെറും ഒരു തിയറി മാത്രമാണ് സത്യത്തിൽ ഡാർവിനിസം. ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആരാ എന്ന ചോദ്യത്തിന് ഭൗതികവാദികളായിട്ടുള്ള ആളുകൾക്ക് പറയാനുള്ള മറുപടി.
എന്നാൽ മതങ്ങൾ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട്, സർവശക്തനായ അള്ളാഹു സൃഷ്ടിക്കുകയും ആദരിക്കുകയും ബുദ്ധിയും വിവേകവും നൽകി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട്. മാത്രവുമല്ല, അതിമനോഹരമായ രൂപകൽപ്പന ചെയ്തുകൊണ്ട് സർവശക്തനായ പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ആരാണ് ആകേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു ഹോമോസാപ്പിയൻസ് ജീവി മാത്രമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയില്ല, അത് അവർക്ക് ആവശ്യവുമില്ല. വിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തീനിലെ നമുക്കൊക്കെ സുപരിചിതമായ ആയത്തിൽ അല്ലാഹു പറയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന, തീർച്ചയായും നാം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അതിവിശിഷ്ടമായ ഒരു സൃഷ്ടിയാണ്. മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യതിരക്തതകളുള്ള ബുദ്ധിയും വികാസവും ചിന്തയും ഒക്കെയുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് പടച്ചവനാണ് എന്നും എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചല്ല, ഏറ്റവും ചൊവ്വായ രൂപത്തിലാണ് പടച്ച തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സൂറത്ത് മൂമിനിൻ 64-ാമത്തെ വചനത്തിൽ അള്ളാഹു ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, വസവ്വറകും ഫഅഹ്സന സൂറക്കും വറസഖകും മിനത് ത്വയ്യിബാത്ത് ദാലികുമുല്ലാഹു റബ്ബുക്കും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയാണ്, അള്ളാഹു ആണ് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പടച്ച തമ്പുരാൻ ഏറ്റവും നല്ല രൂപത്തിലാണ് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അള്ളാഹു രൂപകൽപ്പന ചെയ്തു. അള്ളാഹു രൂപകൽപ്പന ചെയ്തു മാത്രമല്ല, ഏറ്റവും നല്ലതായ രൂപത്തിൽ. നിങ്ങൾ നോക്കി, മനുഷ്യനെ കുറിച്ച് നമുക്ക് ആലോചിക്കല്ലോ. നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു അവയവം ഇവിടെയായിരുന്നില്ല വേണ്ടത് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് ഇതുവരെ തോന്നിയിട്ടുണ്ട്? നമ്മുടെ കണ്ണ് ഇവിടെയായിരുന്നില്ല വേണ്ടിയിരുന്നത്, നമ്മുടെ മൂക്ക് ഇവിടെയായിരുന്നില്ല വേണ്ടത്. മൂക്കിന്റെ ധർമ്മം എന്താ നമുക്കറിയാം. പല ധർമ്മങ്ങൾ, ഓരോ അവയവത്തിനും വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുണ്ട്. ഒരു അവയവത്തിന് തന്നെ പല ധർമ്മങ്ങളുണ്ട്. ശ്വസിക്കുവാനുള്ള പ്രധാനമായിട്ടുള്ള അവയവമാണ് മൂക്ക്. ആ മൂക്ക് മുകളിൽ നിന്ന് കീഴ്പോട്ടിൽ നിന്ന് മുകൾക്കായി ഇങ്ങനെ ഉണ്ടായിരുന്നു, ശ്വസനം നടക്കുമായിരുന്നു. അല്ലെങ്കിൽ അത് ബലങ്ങിനായിരുന്നെങ്കിലോ ശ്വസനം നടക്കുമായിരുന്നു. ഇല്ല, അവിടെ മൂക്കിന്റെ രൂപത്തിൽ അവിടെ ഒരു ദ്വാര മാത്രമായിരുന്നെങ്കിലോ ആവശ്യം നടക്കുമായിരുന്നു. പക്ഷേ ആള് വികൃതനായിത്തീരും. ഒരവയത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു പറയുന്നത് ഏറ്റവും നന്നായി, ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമായി കൊണ്ടാണ് പടച്ച തമ്പുരാൻ നിങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലത് പടച്ച തമ്പുരാൻ റിസ്കായി നൽകുകയും ചെയ്തു. അവനാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നവൻ അവനാണ്, ഈ റബ്ബാണ്. ആ റബ്ബ് നിങ്ങൾക്ക് വേണ്ടുന്ന രൂപങ്ങൾ കൃത്യമായി നൽകി, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നൽകി. അവനാകുന്നു നിങ്ങളുടെ റബ്ബ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹു എത്രമാത്രം അനുഗ്രഹീതനാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഭൗതികവാദികളാണോ, മതപരമായി ചിന്തിക്കുന്ന അല്ലാഹു ആണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണോ മനുഷ്യരെ കൂടുതൽ ആദരിച്ചിരിക്കുന്നത്? ഭൗതികവാദികളായ ആളുകൾ പറയുന്നത് ആൾക്കുരങ്ങിൽ നിന്നുമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, പടച്ച തമ്പുരാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കുന്ന ചിന്താ സ്വാതന്ത്ര്യവും ബുദ്ധിയും വിവേകവും എല്ലാമുള്ള പ്രത്യേകമായ ഒരു സൃഷ്ടിയായി പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അള്ളാഹു ആണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആദരിച്ചിരിക്കുന്നത്. അള്ളാഹു എന്ന് പറയുന്നത് ഈ ഭൗതികവാദികളായ ആളുകളോട് സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ പടച്ചവനെ കണ്ടെത്താൻ, അള്ളാഹുവിനെ കണ്ടെത്താൻ ഇവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പടച്ച തമ്പുരാൻ ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിലെ 53-ാമത്തെ വചനം അത് സൂചിപ്പിക്കുകയാണ്, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്.
ഈ ചക്രവാളങ്ങളിൽ ഞാൻ നിങ്ങൾക്കിതാ എന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുക തന്നെ ചെയ്യും. ചുമ്മാ ആലോചിക്കാൻ വേണ്ടി പറയാം. അള്ളാനെ വെറുതെ ആരാധിക്കേണ്ടതില്ല. ആരാണ് അല്ലാഹ്, ആരാണ് പടച്ചവൻ, ആരാണ് പടച്ചവൻ എന്നുള്ളത് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. എന്നിട്ടെന്താ പറയുന്നത്? അവസാനിപ്പിക്കുന്നില്ല. നോക്കി, ഈ പ്രപഞ്ചത്തിൽ പടച്ച തമ്പുരാൻ ഉണ്ട് എന്നതിനുള്ള ഒരുപാട് തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അവരുടെ ശരീരത്തിൽ പോലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നമ്മളെ കുറിച്ച് പറയാം. നമ്മുടെ ശരീരത്തിൽ അള്ളയുണ്ട് എന്നതിന്റെ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരും. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി തീരുന്നത് വരെ. സൂറത്ത് ദാരിയാത്തിലെ 20 21 ആയത്തിൽ ഒന്നുകൂടി അള്ളാഹ് വിശദീകരിച്ചു. വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. എത്രമാത്രം ആലോചിക്കാൻ വേണ്ടി അള്ളാഹ് പറയുന്നത്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖിനീൻ, ഈ നിങ്ങൾ വസിക്കുന്ന ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമിയിൽ ഇതാ നിങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. മഹാവിസ്ഫോടന ബിഗ് ബാങ് തിയറിയിലൂടെ ഇയാൾ ഭൂമി ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യ ഈ ഭൂമിയിൽ മാത്രം ജീവജാലങ്ങൾ മനുഷ്യരടക്കമുള്ള ആളുകൾക്ക് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ടുണ്ടായി? എന്തുകൊണ്ട് മറ്റുള്ള ഈ പൊട്ടിത്തെറിച്ച മറ്റ് കഷ്ടങ്ങളിൽ എന്തുകൊണ്ടുണ്ടായില്ല? ഇത് നമ്മൾ ആലോചിക്കണം. ഈ ഭൂമിയിൽ തന്നെ പടച്ച തമ്പുരാനെ കണ്ടെത്തുവാനുള്ള ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെയുണ്ട് മനുഷ്യ, നിങ്ങളിൽ തന്നെയുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ഇതൊന്നും നോക്കി കാണുന്നില്ലേ? നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം ചില ആയത്തുകളിൽ അല്ലാഹു തആല മനുഷ്യന്റെ ചില ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിലുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മാതികും ലാ തഅലമൂന ശൈഅ, പടച്ചവനാണ് നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് ഒന്നും അറിയാത്തവരായിക്കൊണ്ട് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് പുറപ്പെടുവിച്ചവൻ. വജഅലകും അസ്സമഅ വൽ അബ്സാറ വൽ അഫിദ, എന്നിട്ട് നിങ്ങൾക്കിതാ കേൾവിയും കാഴ്ചയും കാതും കണ്ണും വൽ അഫിദത ഹൃദയങ്ങളും നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു തന്നു, ഉണ്ടാക്കി തന്നു. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. അവിടെ 3 അവയവങ്ങളെ കുറിച്ച് പറയാം. ഒന്ന് കണ്ണ്, മറ്റൊന്ന് കാത്, മറ്റൊന്ന് ഹൃദയം. ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ എത്രമാത്രം വ്യവസ്ഥാപിതമായാണ് പടച്ച തമ്പുരാൻ നമ്മുടെ ആന്തര അവയവങ്ങളും ബാഹ്യമായ അവയവങ്ങളും പടച്ച തമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബലദിൽ 8-9 വചനങ്ങളിൽ ഒന്നുകൂടി പറഞ്ഞു, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നാം 2 കണ്ണുകൾ നൽകിയില്ലയോ? അവന് 2 കണ്ണുകൾ നാം ഉണ്ടാക്കി തന്നില്ലയോ? വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടും അവന് നൽകിയില്ലയോ? നോക്കൂ നിങ്ങൾ, പടച്ച തമ്പുരാൻ എടുത്തു പറഞ്ഞ ചില അവയവങ്ങൾ മനുഷ്യ ശരീരത്തിൽ ആരോഗ്യശാസ്ത്രം സൂചിപ്പിക്കുന്നത് 78 മുതൽ ചില ശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുന്നത് 103 വരെ ശരീരത്തിൽ ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവുമായിട്ടുള്ള അവയവങ്ങൾ ഉണ്ടാകും. ഒരു മനുഷ്യ ശരീരത്തിൽ 78 അവയവങ്ങൾ ഉണ്ട്. ചില ആൾ പറഞ്ഞു 103 വരെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട അവയവങ്ങൾ, മനുഷ്യന്റെ അവയവങ്ങൾ, ഇത് നമ്മൾ നമ്മളെ കുറിച്ചൊക്കെ പഠിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ട് ശാസ്ത്രകാരന്മാർ, വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ പറയുന്നത് 5 അവയവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. ഒന്ന് ഹൃദയമാണ്, മറ്റൊന്ന് തലച്ചോറാണ്, അതുപോലെ മറ്റൊന്ന് വൃക്കയാണ്, 4-മത്തേത് കരള്, 5-മത്തേത് ശ്വാസകോശം. ഈ അവയവങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അവയവങ്ങൾ. ഇത് നോക്കൂ നിങ്ങൾ. തലച്ചോറ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കമ്പ്യൂട്ടറുകൾ കണ്ടുപിടിക്കുന്നുണ്ട് മനുഷ്യൻ. പക്ഷേ ആ കമ്പ്യൂട്ടറുകൾ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന അതിനേക്കാൾ അതിശക്തമായിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ് മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറയുന്നത്. ഓരോ സാധനങ്ങളും ഓരോ ആന്തര അവയവങ്ങളും പടച്ച തമ്പുരാൻ ഫിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കി.
എത്രമാത്രം ഭദ്രമായ രൂപത്തിലാണെന്ന് ചിന്തിക്കണം. ഓരോ അവയവങ്ങളും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊലിയാണ്, ത്വക്കാണ്, സ്കിന്നാണ്. സ്കിന്നിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ധർമ്മം എന്താ? നമ്മുടെ ശരീരത്തിലെ ആന്തര അവയവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ത്വക്കിന്റെ തൊലിയുടെ അതിന് ധർമ്മം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്ന അലം നിജഅല്ലഹു കണ്ണുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താ കണ്ണ്? നിങ്ങൾ നോക്കി, കണ്ണിന്റെ ഫിറ്റിങ് നിങ്ങൾ നോക്കി. കണ്ണ് ഉണ്ടായ മാത്രം പോരാ, ആ കണ്ണ് ഒരു പ്രത്യേകമായ കുഴികളിൽ പടച്ച തമ്പുരാൻ സംവിധാനിച്ചത്. ഈ നമ്മൾ പുറത്തേക്ക് കാണുന്നതിനേക്കാൾ അധികമാണ് കണ്ണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതിന്റെ ഫിറ്റിങ്സ് നോക്കുന്നത് അല്ലാഹു നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ സബ്ബറക്കും ഫഅസന സൂറക്കും. കണ്ണ് നമുക്ക് കാണാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഇങ്ങോട്ട് ഉള്ളോട്ട് നിൽക്കുന്നത് പുറത്തേക്ക് കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? തുറച്ചു നിൽക്കുന്ന കണ്ണാണെങ്കിലോ നമ്മൾ ആകെ വൈരൂപ്യമായിരിക്കും നമുക്ക് ഉണ്ടാവില്ല. അത് മാത്രമല്ല, കണ്ണിന് പ്രൊട്ടക്ഷനും കിട്ടൂല. അതിന് കൺപോളകളുണ്ട്. കൺപോളകൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആലോചിക്കും, എല്ലാ സമയവും കണ്ണ് നനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വൈപ്പറിന്റെ പണിയാണ് കൺപോള ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലേക്കും അതിന്റെ കണ്ണുനീർ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണിന്റെ കൺപോള. ഈ കണ്ണുനീര് അധികമായി വരികയാണ് എങ്കിൽ, അവിടെ അഴുക്കൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും പ്രാണികൾ വരികയാണെങ്കിൽ അതിനെ കഴുകി കളയാൻ ഈ കണ്ണുനീർ ഉപയോഗപ്പെടുത്തുന്നു. അമിതമായി വരുന്ന കണ്ണുനീരാണെങ്കിലോ ആ കണ്ണിന്റെ തന്നെ ഒരു ഭാഗത്ത് പ്രത്യേകം ഒരു സുഷിരമുണ്ട്, ഒരു നാളിയുണ്ട്. ആ നാളിയുടെ മൂക്കിലേക്ക് നമ്മളുടെ ആ കണ്ണുനീര് വരും. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്ത് കണ്ണിന്ന് കണ്ണീര് വരുമ്പോൾ നമ്മൾ മൂക്ക് ഒലിക്കുന്ന കാരണം. ഇതൊക്കെ സംവിധാനിച്ചവൻ ആരാണ്? ധനമാലിക്കൽ. ഈ കണ്ണിനെ ഇത്രമാത്രം കൃത്യമായി അതിന് ഫിറ്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന എല്ലാ സുരക്ഷിതത്വം നൽകിയിരിക്കുന്നത് ആരാണ്? മാത്രവുമല്ല, മൂക്കിന് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ദൃഷ്ടിപഥത്തിൽ, കണ്ണിന്റെ ദൃഷ്ടിപഥം, നമ്മൾ കാണുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് കണ്ണിന്. അതിന്റെ ദൃഷ്ടിപഥത്തിൽ 60 ലക്ഷത്തോളം കോൺകോണുകളുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. 60 ലക്ഷം കോൺകോണുകൾ നമ്മുടെ ദൃഷ്ടിപഥത്തിലുണ്ട്. നോക്കണം, 1,20,00,000 റോഡ് കോണുകൾ നമ്മുടെ കണ്ണിലുണ്ട് എന്നാണ്. ആരാതൊക്കെ നിശ്ചയിച്ചത്? നിശ്ചയിച്ചത് ഇതൊരു യാദൃശ്ചികമായി ഉണ്ടായതാണ്. ഒരു കണ്ണ് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ഇത്രയും കൃത്യമായി 60 ലക്ഷത്തോളം കോൺകോണുകൾ നമ്മുടെ കണ്ണിലുണ്ടായിരിക്കണം, ദൃഷ്ടിപഥത്തിലുണ്ടായിരിക്കണം. കണ്ണിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കണ്ണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. മഹാ അത്ഭുതമാണ്. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ നേർക്ക് നേരെയല്ല നമ്മൾ കാണുന്നത്, നേർക്ക് നേരെയല്ല. ആ പ്രകാശം തിരിച്ചറിയാൻ നമ്മുടെ കണ്ണിന്റെ കാഴ്ചക്ക് നമുക്ക് സാധിക്കും. കണ്ണില്ല, സാധാരണ പറയാറുണ്ട് കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയുള്ളൂ. അത് കണ്ണിന് മാത്രമല്ല, ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെയും പ്രത്യേകത എങ്ങനെയാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഖുർആൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റു പദം എന്താണ്? നാവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെക്കാൾ വലിയ നാവുള്ള ഒരുപാട് ജീവജാലങ്ങൾ ലോകത്തുണ്ട്. നമ്മളെക്കാൾ നീളമുള്ള മടക്കി വെക്കാവുന്ന നാവുകളുള്ള ജീവികളുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയാണ് നമ്മളെ നാവ് വിചാരിക്കാം. ചില ജീവികളൊക്കെ നാവ് മടക്കി വെക്കാൻ പറ്റുള്ളൂ. നമ്മളത് മടക്കി വെക്കാൻ പറ്റുന്ന നാവാണെങ്കിൽ എത്രമാത്രം പ്രയാസമായിട്ടത് കാണണം. ഈ നാവ് ഇത്രയും കൃത്യമായി പേശികളുടെ ഏറ്റവും ബലമുള്ള പേശിയാണ് നാവ് എന്ന് പറയുന്നത്. ഏറ്റവും ബലമുള്ള പേശി, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി. അതുകൊണ്ടാണ് പല്ലിന്റെ ഉള്ളിൽ കുടുങ്ങിയ ഒരു മുള്ളു പോലും നാവ് കൊണ്ട് നിരന്തരമായി തോണ്ടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അത്രയും ബലമുള്ളതാണ് ആ പേശികളിൽ. പേശികളുടെ ഒരു കൂട്ടമാണ് നാവ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ ഭക്ഷണം വിഴുങ്ങാനും ചവക്കാനും സംസാരിക്കാനും. നാവുകളുള്ള ജീവികളിൽ സംസാരിക്കുന്നത് മനുഷ്യൻ മാത്രം, വേറെ ലോകത്തൊരു ജീവിയും സംസാരിക്കുന്നില്ല. ഇതെന്ത് ഇങ്ങനെ വരാൻ കാരണം? നാവ് ഇതിനേക്കാൾ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിനേക്കാൾ വലിയ നാവുള്ള എത്രയോ ഉണ്ട്. ഇനി മാത്രം നോക്കൂ നിങ്ങൾ, രുചി കൂടില്ലേ. നാവ് എന്ന് പറഞ്ഞാൽ രുചിയുടെ വലിയ ഒരു ലാഭമാണ്. ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചതിനേക്കാൾ വലിയ ലാഭമാണ്. നമ്മളെ രക്തം പരിശോധിക്കാറുണ്ട്, മൂത്രം പരിശോധിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാവിൽ 3000 രസമുകുളങ്ങളുണ്ട് എന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. നാവിന് 3000 രസമുകുളങ്ങൾ. ആരാത് സംവിധാനിച്ചവൻ?
ആരാത് സംവിധാനിച്ചവൻ? നമ്മുടെ എല്ലാ രസങ്ങളും നമുക്കറിയാൻ നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ സംവിധാനിച്ചവൻ ആരാണ്? അവനാണ് റബ്ബ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ഇങ്ങനെ അല്ലാഹുവിനെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ബോധമുണ്ടായിക്കൊണ്ട് നമ്മൾ നിൽക്കണം. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ ഹൃദയം, ഓരോ അവയവങ്ങളും നമ്മൾ പിടിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ അവയവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് പടച്ചവന് നമ്മൾ എത്ര ശുക്ർ ചെയ്യണം. അവിടെ അല്ലാഹു തന്നെ ഉപയോഗിച്ചിരിക്കുന്ന എന്താ? ഒരാഴ്ചയില്ല അല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ കാണിക്കുന്നില്ല സഹോദരന്മാരെ. നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കുന്നില്ലേ? അല്ലാഹു നിങ്ങൾക്ക് ഇന്ന അവയവങ്ങളൊക്കെ കൃത്യമായി ആരോഗ്യത്തോടു കൂടി തന്നില്ലേ? നോക്കൂ നിങ്ങൾ, ഹൃദയം പറഞ്ഞാൽ സാധാരണ ഹൃദയത്തെ കുറിച്ച് പറയുന്നത് 250-300 ഗ്രാമായിരിക്കും ഒരു മനുഷ്യന്റെ ഹൃദയം ഉണ്ടാകുക. ഈ ഹൃദയത്തിന്റെ ധർമ്മം, പ്രധാനമായിട്ടുള്ള ധർമ്മം രക്തശുദ്ധീകരണമാണ്. പല ധർമ്മങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ധർമ്മം രക്തശുദ്ധീകരണമാണ്. ഓരോ മിനിറ്റിലും ഹൃദയം 70-72 പ്രാവശ്യം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുരുഷനാണെങ്കിൽ. ഓരോ സെക്കൻഡിലും എന്താ വേഗതകൾ ആലോചിച്ചു. സ്ത്രീകളാണെങ്കിൽ 78-ന്റെയും 82-ന്റെയും ഇടയിൽ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ഈ സ്പന്ദനം ഉണ്ടാകുമ്പോൾ 72 മില്ലി ലിറ്റർ രക്തം ഇത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഊണില് ഉറക്കില് 24 മണിക്കൂർ നിങ്ങൾ നോക്കണം. 24 മണിക്കൂർ നമ്മൾ സമുദ്രത്തിന്റെ ആഴിയിൽ നമ്മൾ ഡൈവിംഗ് നടത്തുകയാണെങ്കിലും, ഇല്ലേ, ബഹിരാകാശ വാഹനത്തിൽ നമ്മൾ വിശ്രമിക്കുകയാണെങ്കിലും, ബങ്കറുകളിൽ നമ്മൾ താമസിക്കുകയാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മുടെ ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഉറങ്ങാതെ. ആലോചിക്കുന്നു, നമ്മൾ സുഖകരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡിൽ 72 പ്രാവശ്യം. ശുക്ർ ചെയ്യണ്ടേ? അല്ലാഹുവിന് നന്ദി കാണിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമ്മൾ ഓരോന്നും പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡാണ് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 9800-ന്റെയും 12600-ന്റെയും ഇടയിൽ ലിറ്റർ നമ്മുടെ ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര വന്നത്? 9800, അതിന്റെയും 12600 ലിറ്ററിന്റെയും ഇടയിൽ ഇതിങ്ങനെ പമ്പ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കണ പണിയാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത്. ഇതൊന്നും താനുണ്ടായതല്ല. വളരെ വ്യവസ്ഥാപിതമായി, വളരെ കൃത്യമായി പടച്ച തമ്പുരാൻ സംവിധാനിച്ചത്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് നിങ്ങളുടെ പടച്ചവൻ. ആ പടച്ചവനെ നിങ്ങൾ അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ ആ റബ്ബിനെ ശുക്ർ ചെയ്യുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആയിട്ട് നോക്കൂ, നമ്മുടെ വൃക്ക. ഇന്നിപ്പോ നമ്മുടെ നാടുകളിലൊക്കെ ഇഷ്ടംമാതിരി വൃക്ക രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. എന്താ വൃക്കയുടെ പ്രധാനപ്പെട്ട ധർമ്മം? എന്താ നമ്മുടെ വൃക്കയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാ വൃക്കന്റെ. നമ്മുടെ വയറിന്റെ പിന്നാമ്പുറത്ത് നട്ടെല്ലിന്റെയും അതുപോലെ തന്നെ നമ്മുടെ വാരിയലിന്റെയും ഇടയിൽ ഒരു പയറുമണിയുടെ രൂപത്തിൽ കാണുന്ന 2 എണ്ണമാണ് നമ്മുടെ വൃക്ക, കിഡ്നി എന്ന് പറയുന്നത്. അത്ഭുതമാണ്. പടച്ചോന് ഇത് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. നമ്മൾ എന്തിനാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത്? എന്തിനാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് അള്ളാഹുവിന് നമസ്കരിക്കുന്നത്? ഈ ബോധം നമ്മൾ ഉണ്ടാണ്. ഓരോ വൃക്കയിലും നമ്മൾ നോക്കണം. ഒരു വൃക്കയിൽ 2 വൃക്ക, ഒന്ന് നഷ്ടപ്പെട്ടാലും വലിയ പ്രശ്നമില്ല, അയാൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയും. ഈ 2 വൃക്ക പടച്ച ഒരു വൃക്കയിൽ 10 ലക്ഷം നെഫ്രോണുകൾ പടച്ചതുകൊണ്ട് കാണാൻ സംവിധാനിച്ചിരിക്കുന്നതാണ്. ഒരു വൃക്കയിൽ 10 ലക്ഷം നെഫ്രോണുകൾ, അരിപ്പകൾ പടച്ചവൻ സംവിധാനിച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ മറ്റുള്ള സംഗതിയൊക്കെ ബ്ലഡൊക്കെ അരിച്ചുകൊണ്ട് പോകുന്നത്. അതിന്റെ മാലിന്യങ്ങളെ അതിങ്ങനെ പുറന്തോളും. ആ മാലിന്യമാണ് മൂത്രമായി പോകുന്നത്, ഒന്ന് വിയർപ്പായി പോകുന്നത്. വൃക്ക തകരാറിലായി കഴിഞ്ഞാൽ എന്താവും? ആ വൃക്കയുടെ പ്രവർത്തനം നിൽക്കുമ്പോൾ മൂത്രം ഒഴിക്കാണ്ടാവില്ല, മൂത്രം പോകില്ല. ഈ വൃക്ക ചെയ്യുന്ന പണിയാണ്. പിന്നെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും,
ഇടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് പറഞ്ഞാൽ ഈ ചെറിയ അവയവം ചെയ്യുന്ന 300 ഗ്രാം ഭാരമാണ് ഒരു വൃക്ക ഉണ്ടാകുക. ഈ വൃക്ക ചെയ്യുന്ന പണിയാണ്. നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രത്തിൽ ആരെങ്കിലും പോയി നോക്കിയോ എനിക്കറിയില്ല. നമ്മളെ വലിയ ഒരു ഫ്രിഡ്ജിന്റെ വലിപ്പത്തിലുള്ള ഒരു മെഷീന്റെ മുമ്പിൽ കടന്നു കൊടുക്കുകയാണ് 4 മണിക്കൂറും 4.5 മണിക്കൂറും. ഈ ചെറിയ പടച്ച തമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്ന ഈ വൃക്ക ചെയ്യുന്ന പണി മുടക്കിയപ്പോൾ പകരമായി അയാൾക്ക് മൂത്രം ഉണ്ടാകണമെങ്കിൽ, അവിടെ ശുദ്ധീകരണം നടക്കണമെങ്കിൽ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനാണ് ഡയാലിസിസ് മെഷീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരാണ് ഈ കിഡ്നിയിൽ 10 ലക്ഷം നെഫ്രോണുകളെ സംവിധാനിച്ചവൻ? ആരാണ്? താനെ ഉണ്ടായതാണോ? നമ്മൾ ആലോചിക്കുക സഹോദരന്മാരെ. അതിന്റെ പിന്നിൽ സർവശക്തനായ പടച്ച തമ്പുരാന്റെ പണിയാണ്. അവനാണ് റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൃക്കരോഗം വർദ്ധിക്കുന്നുണ്ട്. വൃക്കരോഗത്തിന്റെ ലക്ഷണമായി ഈ ഡോക്ടർമാർ സൂചിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. ഈ വൃക്കരോഗം ഉണ്ടെങ്കിലും മുഖത്തും കാലുകളിലും കൈകാലുകളിലുമൊക്കെ നീര് കെട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഒരു ലക്ഷണമാണ്, പറഞ്ഞ് പേടിപ്പിക്കല്ല. അതുപോലെ തന്നെ മൂത്രത്തിൽ പതയുണ്ടാവും, അതും വൃക്ക ലക്ഷണത്തിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ മൂത്രത്തിൽ ചിലപ്പോൾ രക്തത്തിന്റെ അംശം വരാൻ സാധ്യതയുണ്ട്. മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു വരാം, ഇതും കിഡ്നി രോഗത്തിന്റെ ലക്ഷണമാണ്. വിശപ്പില്ലായ്മ ഉണ്ടാവും, ഛർദി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഓക്കാനുണ്ടാവും, ക്ഷീണമുണ്ടാവും, ശ്വാസമുട്ടലുണ്ടാവും. ഇതൊക്കെ ഈ കിഡ്നി രോഗത്തിന്റെ ലക്ഷണമായി ആധുനിക ശാസ്ത്രം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ നമ്മൾ ചിന്തിക്കുക. യാതൊരു പ്രയാസമില്ലാതെ നമ്മൾ സുഖത്തോടു കൂടിയാണ് മൂത്രം വെച്ചുകൊണ്ടിരിക്കുന്നത്, സുഖത്തോടു കൂടിയാണ് നമ്മൾ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്നത്, സുഖത്തോടു കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സുഖത്തോടു കൂടിയാണ് നമ്മൾ ഉറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്രമങ്ങളും ഭംഗിയായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് അള്ളാഹു തആല സൂചിപ്പിച്ചത്. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വകയുണ്ട്. അങ്ങനെ നമ്മളെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടെത്തി അവനെ മാത്രം ആരാധിക്കുന്ന നല്ല മനുഷ്യരായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു